നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. കാരണം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതും നിങ്ങൾ ദിവസവും കാണുന്ന ഒരു സ്ഥലത്ത്. അതെ, നിങ്ങളുടെ കിച്ചണിൽ. നമ്മൾ സാധാരണയായിട്ട് കരുതുന്നത് എന്താണെന്ന് അറിയാമോ? കിച്ചൺ എന്നത് വെറും ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ വാസ്തുശാസ്ത്ര പ്രകാരം കിച്ചൺ എന്നത് വീട്ടിലെ ഏറ്റവും ശക്തമായ എനർജിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും വേണ്ട എനർജി ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില വീടുകളിൽ എന്തുകൊണ്ടോ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. വഴക്കുകള്, അസന്തോഷം, പണം വന്നാലും നിൽക്കാത്ത അവസ്ഥ, ആരോഗ്യ പ്രശ്നങ്ങൾ മാറി മാറി വരുന്നത്. ഇവയെല്ലാം നമ്മൾ സാധാരണ കാര്യമെന്ന് കരുതും. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ കാരണം വളരെ ചെറിയതായിരിക്കും. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ തെറ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു തെറ്റിനെ കുറിച്ചാണ്. ഇത് ഒരു കഥയല്ല, നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. പണ്ടുകാലം മുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണിത്. അതായത് നമ്മുടെ വീട്ടിലെ എനർജി ബാലൻസ്. നിങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ ഇത് ഫോളോ ചെയ്യുന്ന വീടുകളിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കാണാൻ സാധിക്കും എന്നത് ഒരു വാസ്തവമായ കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ കിച്ചൺ ശരിയായ രീതിയിലാണോ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കിച്ചൺ എന്നത് വെറും ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമല്ല. നമ്മളെ ദിവസവും കാണുന്ന ഒരു സാധാരണ ഇടം എന്ന് നമ്മൾ കരുതും. പക്ഷെ സത്യത്തിൽ അത് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്നാണ്. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീട്ടിലെ 5 പ്രധാന എനർജി എലമെന്റ്സ് ഉണ്ട്. അത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 എലമെന്റ്സ് ബാലൻസായി നിൽക്കുമ്പോൾ വീട്ടിൽ സമാധാനവും ആരോഗ്യവും സമ്പത്തും സന്തോഷവും സ്വാഭാവികമായി കടന്നു വരും. പക്ഷെ ഈ ബാലൻസ് എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നേരിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഇതിൽ കിച്ചൺ ഏത് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അഗ്നി. അതെ, അഗ്നിയാണ്. അഗ്നി എന്നത് വെറും തീ മാത്രമല്ല, അത് ശക്തിയാണ്, ജീവനാണ്, പരിവർത്തനമാണ്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് റോ ആയ ഒരു വസ്തുവിനെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്, അല്ലെ? ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് അഗ്നിയുടെ ശക്തി. അതുകൊണ്ടാണ് കിച്ചനെ വീടിന്റെ എനർജി സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കഴിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കും. അതുകൊണ്ട് കിച്ചണിൽ ഉണ്ടാകുന്ന എനർജി നമ്മുടെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില വീടുകളിൽ വളരെ സമാധാനം കാണാനായിട്ട് കഴിയും. അവിടെ പോയാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും. പക്ഷേ ചില വീടുകളിലാകട്ടെ എന്തുകൊണ്ടോ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. അവിടെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, വഴക്കുകൾ, സ്ട്രെസ് ഇവ കൂടുതലായിരിക്കും. ഇത് പലപ്പോഴും വീട്ടിലെ എനർജി ഇംബാലൻസ് കാരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കിച്ചണാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരെ വീട് പണിയുന്ന സമയത്ത് കിച്ചന്റെ സ്ഥാനം വളരെ ശ്രദ്ധിച്ചിരുന്നതാണ്. ഏത് ദിശയിൽ വേണം, സ്റ്റൗ എവിടെ വെക്കണം, വെള്ളം എവിടെ വേണം, ഇവയെല്ലാം അവർ കൃത്യമായിട്ട് പാലിച്ചിരുന്നതാണ്. കാരണം അവർക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാമായിരുന്നു: കിച്ചൺ ശരിയായില്ലെങ്കിൽ വീട്ടിലെ എനർജി ശരിയായിരിക്കില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ കൺവീനിയൻസ് ആണ് കൂടുതൽ നോക്കുന്നത്. നമ്മുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പ്ലേസ് ഉണ്ടല്ലോ, എന്നാൽ ഇവിടെ സ്റ്റൗ വയ്ക്കാം, ഇവിടെ സിങ്ക് വയ്ക്കാം, ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ കാര്യമാണ് എന്നുള്ളത്. പക്ഷെ എനർജി ലെവലിൽ ഇത് വലിയ മാറ്റമുണ്ടാക്കും. അതിനാലാണ് ചില വീടുകളിൽ വരുമാനമുണ്ടെങ്കിലും സേവിങ്സ് ഇല്ലാതാകുന്നത്, സന്തോഷം ഉണ്ടാകേണ്ടിടത്ത് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കരുതുന്നത് പോലെ റാൻഡം അല്ല. ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിലെ എനർജി സെറ്റപ്പിന്റെ ഫലമാണ്. അതുകൊണ്ട് കിച്ചണെ നമുക്ക് ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനെ നമ്മൾ സീരിയസ് ആക്കി എടുക്കണം.
കാരണം അത് നേരിട്ട് നമ്മുടെ കുടുംബത്തിന്റെ വെൽ ബീയിങ്ങിനെ ബാധിക്കുന്നു എന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കിച്ചൺ എത്ര പ്രധാനമാണ് എന്നുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. കിച്ചണിൽ എല്ലാവരും ചെയ്യുന്ന പക്ഷെ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു തെറ്റ് എന്താണ്? അതാണ് അടുത്ത ഭാഗത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നേരിട്ട് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കിച്ചണിൽ പലരും അറിയാതെ ചെയ്യുന്ന ഒരു വലിയ തെറ്റ്. ഇത് ചെറിയ കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഇതിന്റെ ഇമ്പാക്റ്റ് വളരെ വലിയതാണ്. ആ തെറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഒന്നാമതായിട്ട് കിച്ചണിൽ സ്റ്റൗവും വാട്ടർ സിങ്കും വളരെ അടുത്തോ അല്ലെങ്കിൽ നേരെയോ വയ്ക്കുന്നതാണ്. അതെ, അത് തന്നെയാണ് അധികം വീടുകളിലും കാണുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇതിൽ എന്താണ് വലിയ പ്രശ്നമെന്ന്. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾ തിരിച്ചറിയണം. വാസ്തുശാസ്ത്ര പ്രകാരം സ്റ്റൗ റെപ്രസെന്റ് ചെയ്യുന്നത് അഗ്നിയെയാണ്, സിങ്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ജലത്തെയാണ്. ഇപ്പോൾ അഗ്നിയും ജലവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവ തമ്മിൽ ഓപ്പോസിറ്റ് ആണ് അല്ലെ, ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത എലമെന്റ്സ് ആണ്. ഇത് രണ്ടും ഒന്നിനെ മറ്റൊന്ന് ക്യാൻസൽ ചെയ്യുന്ന ശക്തികളാണ്. അതുകൊണ്ട് ഈ രണ്ടും വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനർജി ക്ലാഷ് ഉണ്ടാകും. ഇത് ഫിസിക്കൽ ലെവലിൽ മാത്രമല്ല, എനർജി ലെവലിൽ കൂടിയാണ്. ഈ ക്ലാഷ് നമ്മുടെ വീട്ടിൽ സ്ലോ ആയിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യം ചെറിയ കാര്യങ്ങളായിട്ട് തുടങ്ങും, അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, പിന്നീട് ആർഗ്യുമെന്റ്സ്, ക്ഷമ കുറയുന്ന ഒരവസ്ഥ, പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും. ഫാമിലിയെ തന്നെ അത് ബാധിക്കും. ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യും. ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഇതെല്ലാം ഒരേ ദിവസം സംഭവിക്കില്ല, പതിയെ അൺനോട്ടീസ്ഡ് ആയിട്ട് സംഭവിക്കും. അതുകൊണ്ടാണ് പലർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റാത്തത്. അവർ ചിന്തിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്ന്. പക്ഷെ കാരണം ഇവിടെ തന്നെ ആയിരിക്കും, കിച്ചണിൽ. ഇപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ കിച്ചണിൽ സിങ്കും സ്റ്റൗവും എങ്ങനെയാണ് വച്ചിരിക്കുന്നത്? വളരെ അടുത്താണോ? നേരെയാണോ? അതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണണം. കാരണം ഇതൊരു സിമ്പിൾ അറേഞ്ച്മെന്റ് ഇഷ്യൂ അല്ല, അത് നിങ്ങളുടെ വീട്ടിലെ എനർജി ഫ്ലോയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വാസ്തുവിലെ ഓരോ എലമെന്റ്സിനും ഒരു പ്രോപ്പർ സ്ഥാനമുണ്ട്. അഗ്നി ഒരു ഭാഗത്ത് ബാലൻസ് ആയി നിൽക്കണം, ജലം മറ്റൊരു ഭാഗത്ത് സ്മൂത്തായി ഫ്ലോ ചെയ്യണം. ഇവ തമ്മിൽ ഇന്റർഫിയർ ചെയ്താൽ ഇംബാലൻസ് ഉണ്ടാകും എന്നത് തീർച്ചയാണ്. ഈ ഇംബാലൻസ് നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂഷനായി, ഇൻസ്റ്റെബിലിറ്റി ആയി, സ്ട്രെസ്സായി പ്രതിഫലിക്കും. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് സ്റ്റൗ പ്ലേസ്മെന്റും സിങ്ക് പ്ലേസ്മെന്റും വളരെ കൃത്യമായി ഫിക്സ് ചെയ്തിരുന്നത്. ഇന്ന് സ്പേസ് കുറവാണ്, കൺവീനിയൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷെ എനർജി റൂള് അഡ്ജസ്റ്റ് ആകില്ല. നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്താലും അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം ഈ ഒരു മിസ്റ്റേക്ക് എത്ര സീരിയസ് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതുപോലെ കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തെറ്റ് എനർജി ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ ഇംബാലൻസ് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പതിയെ അൺനോട്ടീസ്ഡ് ആയിട്ട് നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആദ്യം വളരെ ചെറിയ മാറ്റങ്ങളായിട്ട് തുടങ്ങും. വീട്ടിൽ ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും, എന്തോ ശരിയല്ലെന്ന് തോന്നും, പക്ഷെ കാരണം മനസ്സിലാകില്ല. അടുത്തതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഇറിറ്റേഷൻ ഉണ്ടാകും, പേഷ്യൻസ് കുറയും. ഉദാഹരണത്തിന്, മുൻപ് പ്രശ്നമല്ലാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വലിയ പ്രശ്നമായി തോന്നും. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വലിയ ആർഗ്യുമെന്റ്സ് ആകും. ഇത് പതിയെ ഫാമിലി അറ്റ്മോസ്ഫിയറിനെ ബാധിക്കും. സംസാരത്തിൽ ഹാർഷ്നെസ് വരും, മനസ്സിലാക്കൽ കുറയും. ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ വരുമാനമുണ്ടെങ്കിലും പണം നിൽക്കാറില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് വരും, സേവിങ്സ് ഉണ്ടാകില്ല. ഇതെല്ലാം എനർജി ഇംബാലൻസിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. കാരണം അഗ്നി എലമെന്റ് ശരിയായി ബാലൻസ് അല്ലെങ്കിൽ വെൽത്ത് എനർജി സ്റ്റേബിൾ ആകില്ല. ഇതിന് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങാം. ഇത് ചെറിയതായിട്ട് തുടങ്ങും, ഡൈജഷൻ ഇഷ്യൂസ്, ടയേർഡ്നെസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരാൾക്ക് മാറുമ്പോൾ മറ്റൊരാൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പല വീടുകളിലും ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിന് ഹിഡൻ ആയിട്ടുള്ള കാരണം നമ്മൾ അന്വേഷിക്കാറില്ല. ഇതെല്ലാം നമ്മുടെ കിച്ചണിലെ എനർജി ഇംബാലൻസിന്റെ ഫലമായിരിക്കാം. ഇനി മറ്റൊരു പ്രധാന കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീട്ടിൽ ശാന്തി ഇല്ലെങ്കിൽ, പണമുണ്ടെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷമുണ്ടാകില്ല. എനർജി ക്ലാഷ് ഉള്ള വീടുകളിൽ ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും, ആങ്സൈറ്റി കൂടും,
മനസ്സിൽ ഒരു ഭാരം പോലെ ഫീൽ ചെയ്യും. ഇത് പതിയെ പതിയെ നമ്മുടെ ഓവറോൾ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങും. ചിലപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാം ശരിയാകാത്തത്, എന്തുകൊണ്ടാണ് വീട്ടിൽ സമാധാനമില്ലാത്തത്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ കാര്യം, കിച്ചണിലെ ഒരു തെറ്റ് അതിൻ്റെ പിന്നിലുണ്ടാകാം. വലിയ പ്രശ്നങ്ങൾക്ക് ചെറിയ കാരണങ്ങൾ മതി. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കണം, ഈ ഒരു മിസ്റ്റേക്ക് എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു നല്ല കാര്യമുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്നവയാണ്. ചെറിയ മാറ്റങ്ങൾ, ശരിയായ അറേഞ്ച്മെന്റ്, ഇവ കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല, സൊല്യൂഷൻ ഉണ്ട്. ഇനി അടുത്ത ഭാഗത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ആർക്കും ചെയ്യാൻ സാധിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിഹാരങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ചെറിയ മിസ്റ്റേക്ക് എത്ര വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒരു നല്ല കാര്യം, ഇതിന് പരിഹാരമുണ്ട്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിഹാരങ്ങൾ. നിങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, വളരെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് സ്റ്റൗവും സിങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവ രണ്ടും വളരെ അടുത്തായിരിക്കുകയാണെങ്കിൽ കഴിയുന്നത്ര അവ തമ്മിൽ കുറച്ച് അകലമുണ്ടാക്കുക. ഇത് ഫിസിക്കലി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിക്കാം. സ്റ്റൗവും സിങ്കും തമ്മിൽ ഒരു ചെറിയ പാർട്ടീഷൻ പോലെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു വുഡൻ ബോർഡ് അല്ലെങ്കിൽ ഒരു സ്ലാബ് പീസ് ഇവയ്ക്കിടയിൽ വയ്ക്കാം. ഇത് എനർജി ക്ലാഷ് കുറയ്ക്കാൻ സഹായിക്കും. ഇനി അടുത്തതായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ റെമഡി എന്ന് പറയുന്നത് ഗ്രീൻ കളർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനിടയിൽ ഒരു ചെറിയ പ്ലാന്റ് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ മാറ്റ് വയ്ക്കാം. വാസ്തുവിൽ ഗ്രീൻ കളർ ബാലൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അഗ്നിയും ജലവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റൗവിന്റെ ഡയറക്ഷൻ. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മുഖം നോക്കി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം കിച്ചന്റെ ക്ലീൻലിനെസ് ആണ്. കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. വെസൽസ് ക്ലട്ടറായി കിടക്കരുത്, വേസ്റ്റ് ഐറ്റംസ് അടിഞ്ഞുകൂടരുത്. കാരണം ക്ലട്ടർ എന്ന് പറയുന്നത് എനർജിയെ ഇംബാലൻസ് ചെയ്യുന്നതാണ്. ക്ലീൻ സ്പേസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫ്ലോ ആണ്. ഇനി അടുത്തത് ബ്രോക്കൺ ഐറ്റംസ് കിച്ചണിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ക്രാക്ഡ് ടൈൽസ്, ഡാമേജ്ഡ് സ്റ്റൗ, ലീക്കിംഗ് സിങ്ക്, ഇവയെല്ലാം നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കും. ഇത് ഒരു ചെറിയ കാര്യമാണ് എന്ന് തോന്നാം, പക്ഷേ എനർജി ലെവലിൽ ഇത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. ഇനി ഒരു ചെറിയ സ്പിരിച്വൽ ടിപ്പ് കൂടെ പറയാം. കുക്കിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ദൈവത്തെ ഓർക്കുക. ഇത് എൻ്റെ കുടുംബത്തിന് നല്ലതാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ കിച്ചണിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. പഴയ കാലത്ത് ആദ്യമായി പാകം ചെയ്ത ഭക്ഷണം ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. ഇത് ഒരു പതിവ് മാത്രമല്ല, ഒരു എനർജി പ്രാക്ടീസ് ആണ്. നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന, നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് വേണ്ടത് വളരെ ചുരുക്കം സമയവും ചെറിയ ചില ട്രിക്സും മാത്രമാണ്. വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അതിനെ നമ്മൾ മുഴുവനായിട്ടും ഇഗ്നോർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ ചിലർക്ക് വിശ്വാസം ഉണ്ടാകാം, ചിലർക്ക് വിശ്വാസം ഇല്ലാതിരിക്കാം. എന്നിരുന്നാലും എനർജി എന്നത് നമ്മളെ ജീവിക്കാൻ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.